വീഡിയോ ഒരു ചെറിയ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സംഭവം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് വോയിസൊക്കെ കൊടുത്ത് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ ഡെയിലി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ ഡെയിലി ഒരു 2 ഷോർട്സൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫിലേക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല, അതാണ് സത്യം. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത് കേട്ടോ. പ്രൊഡക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓർഡറായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത്. പക്ഷേ എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയുടെയും കാക്കയുടെയും കോഴിയുടെയും എല്ലാവരുടെ സൗണ്ട് ഉണ്ടാവും. ഇത്രയും നേരം സൈലൻ്റ് ആയിരുന്നെങ്കിലും ഞാൻ വോയിസ് കൊടുക്കാനിരിക്കുന്ന സമയത്താവും ഇവരുടെയൊക്കെ സൗണ്ട് പുറത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും പിന്നെ ബീഫ് കറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഞാനൊന്ന് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അതായത് ഈ ചെറുപ്പം മുതൽ എനിക്ക് ഡസ്റ്റിൻ്റെ ഒക്കെ അലർജി ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം നേരം നിന്നിട്ട് ഒരു ഓട്ടോ കിട്ടി. ആയിരിക്കുന്നതാണ് എൻ്റെ വാപ്പി. ഞാനും വാപ്പിയും കൂടെയാണ് പോകുന്നത്. സംഭവം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോയാൽ തിരക്കൊന്നും ഇല്ലാതെ ഡോക്ടറെ കണ്ട് വരാമെന്നുള്ള രീതിയിലാണ് രാവിലെ തന്നെ പോയത്. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വൈകിട്ടാണെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവേ. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലേ. ചില സ്ഥലത്തൊക്കെ റോഡ് സെറ്റായിട്ടുണ്ട്, ഇവിടെയും സെറ്റായി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഭയങ്കര പൊടിയും തിക്കും തിരക്കും ബഹളമൊക്കെ ആണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തി. ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ട്. അപ്പോൾ സംഭവം ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പോൾ ഡോക്ടർ മരുന്നെടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് മരുന്നെടുക്കാൻ പോയിട്ടുള്ളത്. ഹോമിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് മരുന്ന് കഴിക്കാനായിട്ട് വലിയ മടിയൊന്നും ഉണ്ടാവാറില്ല. മറ്റേ ഗുളികയാണെങ്കിലാണ് എനിക്ക് ഭയങ്കര മടി. അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി വേണം വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇതാണ് മരുന്ന് കേട്ടോ. ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള കോലാണ് ഈ ഡെസ്കുമ്മൽ കാണുന്നത്. ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കണം. സംഭവം ഞാനിത് ക്ലീൻ ആക്കുന്ന വീഡിയോ എടുത്തു വെച്ചതാണ്, അത് പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പേപ്പർ ക്ലിപ്പല്ല, ക്യൂട്ട് പിൻ ഉണ്ടാക്കിയ സമയത്താണ് ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂട്ട് പിന്നും അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ ഡെസ്കൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഡെസ്കിൽ വെച്ച് സംഭവം ഡെസ്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടക്കി പറക്കി വെക്കണം. അപ്പോൾ ഡെസ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള കോലതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ വലിയ കാര്യത്തിൽ ക്ലീൻ ആക്കുന്നൊക്കെ കാണിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഉണക്കാൻ മറന്നുപോയി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആഫ്റ്റർ കാണിക്കാം. ഇതാണ് നമ്മളുടെ ഡെസ്കിൻ്റെ ആഫ്റ്റർ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡ്രൈവിങ്ങിന് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വലിയൊരു മടിയായിട്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും എനിക്ക് ഡ്രൈവിങ് ഉച്ചയ്ക്കാണെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും പോകാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ എനിക്ക് ടെസ്റ്റ് എടുക്കാറായതുകൊണ്ട് തന്നെ ഞാൻ മടി കാണിക്കാണ്ട് പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സിഗ്നൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒന്നും ഇരുന്ന് പഠിക്കാറില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ ഷോ ആണ്. അങ്ങനെ പക്ഷേ ഇത് ടെസ്റ്റിന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടൊരു പേടി. അപ്പോൾ പിന്നെ എന്തായാലും പഠിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിന് പോവാം. ഇന്നപ്പോൾ ഡ്രൈവിങ്ങിന് പോകാനായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. പക്ഷേ ഞാൻ വെയിലത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തണവും കാറ്റുമൊക്കെ ഉള്ള, അത്ര വെയിലും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകണ അത്രയും ബോറടി ഉണ്ടാവില്ല. ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് പോവാറ്, അത് നടന്നിട്ടാണ് പോവാറ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ്. ഇന്നിപ്പോൾ ഇവളുള്ള കാരണം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നടന്നപ്പോൾ പിന്നെയും വെയിൽ വന്നിട്ടോ. എന്നാലും നല്ലൊരു തണവ് പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്കത്ര ചൂടറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഡ്രൈവിങ്ങിന് പോയില്ലെങ്കിൽ പാസ്സാവില്ല എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാൻ എന്തായാലും നടന്ന് പോണത്. പിന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇതിലേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. നമ്മുടെ ഹൈവേ അപ്പുറത്താണ്. ഇവിടെയും റോഡ് പണി നടക്കുന്ന കാരണം ഭയങ്കര പൊടിയും പിന്നെ വെയിലും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഞാനപ്പോൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോണത്. ഈ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈവേ എത്തും. അവിടെയാണ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ആ അറ്റത്ത് കാണുന്നതാണ് ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹൈവേ എന്ന് പറഞ്ഞില്ലേ, അത് ആ അറ്റത്താണ്. ഇപ്പുറത്ത് കൂടെയാണ് നമ്മൾ പോണത്. ഇവിടെയും ഇങ്ങനെ റോഡ് പണി കാരണം ഭയങ്കര പൊടിയും, എനിക്കാണെങ്കിൽ പൊടി ഭയങ്കര അലർജിയുള്ള ആളാണ്. അതുപോലെ തന്നെ വെയിലും ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് തന്നെ കുടയും മടിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ ഗ്രൗണ്ടിലെത്താറായി.
പിന്നെ ഈ സ്കൂട്ടി ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഗ്രൗണ്ട് വരുന്നത്. അവിടെ പോയപ്പോഴാണെങ്കിൽ സാറുമാരാരും വന്നിട്ടില്ല, അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വരുന്നത് കേട്ടോ. ഇവിടെയാണ് എച്ചും എട്ടൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മൾ എച്ചെടുക്കുന്ന സ്ഥലത്ത് ആരോ വെണ്ടക്കൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, അതായത് വെണ്ടക്ക കൃഷി. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സാറ് വന്ന്. പിന്നെ എച്ചെടുക്കണ ഒരു ഇത്തിരി ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ സെറ്റായിട്ടുണ്ട്. ആദ്യം കുറച്ച് പണിയായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് പോയതുകൊണ്ട് തന്നെ അധികം പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരുണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വന്നേനെ. അപ്പം മാഷ് വന്നതുകൊണ്ട് ഞാൻ വേഗം പോയി എടുത്തു. പിന്നെ എച്ചെടുക്കുന്ന വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച ആളാണെങ്കിൽ ഷോർട്സ് എടുക്കണ പോലെയാണ് വീഡിയോ എടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് എച്ചെടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. എന്നാലും സാരില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എച്ചെടുക്കലൊക്കെ കഴിഞ്ഞ് ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ ഓഫീസിലേക്ക് പോവാണ്. വേറെ ഒന്നിനുമല്ല, എൻ്റെ കൂടെ വന്നിട്ടുള്ള ഫ്രണ്ടിന് അവൾക്കും ഇതുപോലെ ഡ്രൈവിങ്ങിന് ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വന്നത് ഒരു കുഞ്ഞി ടെഡി ബെയറിനെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ആ കാണുന്ന ക്രീം കളർ ടെഡി ബെയറിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്ത് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഞാൻ ആ ഒരു ടെഡി ബെയറിനെ വാങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ പക്ഷേ കുറേ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസും ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഡക്കിനെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു കട, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കടയിൽ വരുന്നത്. സംഭവം പെട്ടെന്ന് കാണാത്തൊരു കടയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വെയിലത്ത് നടന്നുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സർബത്ത് കുടിക്കാമെന്ന് വെച്ചിട്ട് ഈ ഒരു ബേക്കറി പുതിയതായിട്ട് വന്നതാണ്. നമ്മളെ തൊട്ടടുത്തൊരു ബേക്കറി വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സർബത്ത് വാങ്ങി. അതുപോലെ തന്നെ വേറെ ഒന്നും വാങ്ങിയില്ല, സർബത്ത് മാത്രം വാങ്ങിയുള്ളൂ. അങ്ങനെ അത് ഞങ്ങൾ അവിടെ രണ്ടാളിരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സർബത്തൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി, അവളും പോയി, ഞാനും വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഈ കാണിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിതുപോലെ പൊട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഒരു രസം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഇതുപോലൊരു കേക്ക് ഉണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. ഇത് എന്ത് കേക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറച്ച് ദിവസം മുന്നാണ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ സംഭവം നല്ല കേക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കേക്കായിരുന്നു. അങ്ങനെ അത് 2 പീസ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ചില വീഡിയോസിനൊക്കെ വോയിസ് കൊടുക്കാനുണ്ടായിരുന്നു, അതും ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ എൻ്റെ സ്പെഷ്യൽ കോവക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഈ പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ വെണ്ടക്ക, കോവക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് ഉപ്പേരിയാക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതുപോലെ ഡ്രൈ ആക്കിയിട്ട്, ഇത് കരിഞ്ഞതല്ല കേട്ടോ, നല്ല മുരിഞ്ഞതാണ്, ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ചോറിനാറുണ്ട്. തോന്നണ സമയത്ത് മാത്രം ഇതുപോലെയൊക്കെ ചെയ്യാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മുണ്ടാക്കണ കഴിച്ച് മിണ്ടാണ്ട് പോയി കിടക്കും. അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറി, പിന്നെ കോവയ്ക്കുപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, ഉണക്കമാന്തൾ, അതുപോലെ ചമ്മന്തി എല്ലാം കൂടെയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖത്ത് തേക്കാൻ കുറച്ച് മരുന്നുണ്ടായിരുന്നു, അത് തേച്ചു. പിന്നെ അകത്തേക്ക് കഴിക്കാൻ കുറച്ച് മരുന്നുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ജേർണലിങ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച്, മണ്ണെണ്ണ വിളക്കല്ല, LED വിളക്ക്, അതൊക്കെ കത്തിച്ചിട്ട് ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ജേർണലിങ് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ മൈൻഡിൽ കുറേ അധികം പണ്ടത്തെ നല്ല ഓർമ്മകളുണ്ട്. അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ഓർമ്മകളുണ്ട്. അതൊക്കെ ഞാൻ ഇനി മറന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ കുറ്റബോധം കൊണ്ട് പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഒന്ന് എഴുതിയിട്ട് ഒരു എൻവലപ്പിൻ്റെ ഉള്ളിലാക്കാമെന്ന് വിചാരിച്ചിട്ട്, അതൊരു ജേർണലായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു എൻവലപ്പ് ഉണ്ടാക്കുകയാണ്. A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു എൻവലപ്പ് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ മെമ്മറീസൊക്കെ എഴുതിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതാവുമ്പോൾ പിന്നെ എനിക്ക് എത്ര നാൾ കഴിഞ്ഞാലും എടുത്ത് വായിക്കാമല്ലോ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എൻവലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ലെറ്റർ പിന്നെ എഴുതുന്നുള്ളൂ. എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബുക്കിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ലെറ്റർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിക്കോളാം. നിങ്ങളെ ലെറ്റർ എഴുതണേ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഗായി പോവും വീഡിയോ. അപ്പോൾ ലെറ്ററൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഒതുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി ലെറ്ററൊക്കെ വെക്കാം. പിന്നെ ഈ ജേർണലിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജേർണലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കലാണ്. അങ്ങനെ ജേർണലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി പിന്നെ വേറെ പണിയൊന്നുമില്ല, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.